അസ്സലാമു അലൈക്കും. 500 ദിർഹമിന്റെ ഫോൺ ഉപയോഗിക്കുന്നവനും 5000 ദിർഹമിന്റെ ഐഫോൺ ഉപയോഗിക്കുന്നവരുടെ രണ്ടുപേരുടെയും സന്തോഷം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 500 ദിർഹമിന്റെ ഫോൺ ഉപയോഗിക്കുന്നവന് നല്ല ഹാപ്പി ആയിരിക്കും. ഞാനിപ്പോ 500 ദിർഹമിന്റെ ഒക്കെ ഫോൺ ഉപയോഗിച്ചു, അപ്പൊ നമുക്ക് വാട്സപ്പും കിട്ടുന്നുണ്ട്, റീൽസ് എല്ലാം കിട്ടുന്നുണ്ട്, യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്റെ കയ്യിലാണ് ഐഫോൺ 5000 ദിർഹം, അവനും ഇതന്നെ വാട്സപ്പും റീൽസും അവനും നോക്കുന്നുണ്ട്, അവനവന്റേതായ സന്തോഷം, എനിക്ക് എന്റെ. അപ്പൊ എല്ലാവരും പറഞ്ഞു അവന്റെ ഐഫോൺ ഉണ്ട്, നിനക്ക് ഐഫോൺ മേടിച്ചുകൂടെ? അങ്ങനെ എനിക്ക് താല്പര്യമില്ലാത്ത, പക്ഷെ ഞാൻ അവർ പറഞ്ഞുകൊണ്ട് ക്യാമറ ഒക്കെ ക്ലിയർ അല്ല നിന്നു മേടിച്ചു. 2 ദിവസം നല്ല ക്യാമറ ഒക്കെ ഫോട്ടോ വീഡിയോ, പിന്നീട് അതെല്ലാം ക്യാമറ എടുക്കുന്ന ഒഴിവാക്കി. അതേ സന്തോഷം തന്നെ, സന്തോഷത്തിന് യാതൊരു മാറ്റമില്ല. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് സന്തോഷിക്കുമ്പോൾ ആ ഒരു സന്തോഷം. അതേപോലെ 1000 ദിർഹമിന്റെ വാച്ച് കെട്ടുന്ന ഒരാള്, നല്ല വാച്ച്, സ്മാർട്ട് വാച്ച്, അതുപോലെ 100 രൂപന്റെ വാച്ച് കെട്ടുന്ന ഒരാൾ, ടൈം നോക്കാൻ ടൈം അങ്ങോട്ടും ഇങ്ങോട്ട് മാറില്ലല്ലോ, സെയിം ടൈം അല്ല കാണുന്നത്. പിന്നെ വാച്ച് മാറിയത് കൊണ്ട് സന്തോഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറില്ല. പറഞ്ഞു വരുന്നത്, സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഈ വലിയ വില കൂടിയ സാധനങ്ങളൊന്നും തരുന്നതല്ല. നമ്മളെ വിഭവങ്ങൾ കൂടുന്നതനുസരിച്ചിട്ടല്ല സന്തോഷം കൂടും. വലിയ വീടുണ്ടാഞ്ഞെന്ന് പറഞ്ഞിട്ട് സന്തോഷം കൂടില്ല, സന്തോഷം കുറവാ. ചെറിയ വീട്ടിലായിരിക്കും ഹാപ്പിനെസ്. അപ്പൊ ഹാപ്പിനെസ് ഉള്ളത് നമ്മൾക്ക് ഐഫോൺ കിട്ടിയാലേ ഹാപ്പിനെസ് കിട്ടൂ, വലിയ വണ്ടിയിൽ പോയാലേ ഹാപ്പിനെസ് കിട്ടൂ, അതൊന്നും അല്ല. സന്തോഷം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്, അത് നമുക്ക് സാധനങ്ങൾ തരുന്നതല്ല. അപ്പൊ ഐഫോൺ ഉള്ള ഒരാൾ എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഈ ഐഫോൺ ഉണ്ട്, അവൻ എന്ത് ഗുണമുള്ള? ഒരു ടെൻഷനില്ല. പക്ഷെ 500 ദിർഹമിന്റെ സ്മാർട്ട് ഫോണിൽ നല്ല ഹാപ്പി ആയി എൻജോയ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇവനല്ലേ ഹാപ്പി മാൻ. അപ്പൊ ഹാപ്പി നമ്മൾ ഉണ്ടാക്കുക സ്വയം, അതായത് നമ്മൾക്ക് വിഭവം കൂടുന്നതല്ല. പിന്നെ ചെറിയ സാലറി 1500-നൊക്കെ ജോലി ചെയ്യുന്ന ഒരാളോട്, നല്ല സാലറി ഉള്ള കോട്ടും സൂട്ടിട്ട് വന്ന് ഒരാൾ പറയുന്നു, നീ ഇതുവരെ 1500 ഉള്ളൂ, നിനക്ക് നീ എന്ത് ഉണ്ടാക്കി, എന്തും ഉണ്ടാക്കണ്ടേ, വേറെ നോക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ എന്തായി? ആ 1500 നല്ല എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്ന മനുഷ്യന് പിന്നെ എന്തായി ടെൻഷൻ ആവാൻ തുടങ്ങി. ശരിയല്ലോ, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ തുടങ്ങും. ഉണ്ടാക്കാത്തല്ല, അവന് ട്രൈ ചെയ്യാത്തല്ല, അവന് വേറെ കിട്ടാത്തു. കാരണം അവന് ഉള്ള ജോലി അല്ല കൊടുത്തതാണ്, വേറെ കൊടുക്കാഞ്ഞിട്ടല്ല. അത് ഹൈറല്ല, ഇപ്പോഴുള്ള ജോലി ഹൈറാണ്. അതുകൊണ്ട് അവൻ സന്തോഷത്തോടെ അത് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനോടാണ് ഇവൻ ഇങ്ങനെ പറയുമ്പോൾ ആളുടെ സന്തോഷം പോകും. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെ പറയുന്നവരെ കൊണ്ട് ടെൻഷൻ അടിക്കാനും പോകണ്ട, ഉള്ള ജോലി സംതൃപ്തിപ്പെടാം. ആ ജോലിയല്ല നിങ്ങൾക്ക് സമാധാനം തരേണ്ടത്, നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ആ ജോലി എൻജോയ് ചെയ്ത് ചെയ്യുക. ഗൾഫിൽ ഫാമിലിയായി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ബാച്ചിലറായിട്ട് ഫാമിലിനെ കൊണ്ടുവരാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ ആ ഫാമിലിനെ കൊണ്ട് അവന് കൊണ്ടുവന്ന് അവൻ നല്ല ലൈഫാണ്, എനിക്ക് മിസ്സിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് ബേജാറേണ്ട ആവശ്യമില്ല. അവന് എന്താ ടെൻഷൻ അവനെ അറിയാം. മക്കളെ സ്കൂളിലേക്ക് അതിന്റെ ക്രെഡിറ്റ് കാർഡ്, അവന് കടക്കാരനായിരിക്കും. നിങ്ങൾക്കറിയോ, ഭാര്യ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ കടങ്ങളില്ല, നിങ്ങൾ കൂടുതൽ ടെൻഷനില്ല, കുട്ടികളെ സ്കൂളിലേക്ക് വലിയ പൈസ ചെലവിടണം, നാട്ടിലാണ്, വീട്ടിൽ നിങ്ങൾ റൂമൊക്കെ, നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീഡിയോ കോളിലൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷം ഇങ്ങനെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുകയാണ് സന്തോഷത്തെ. അത് സന്തോഷമായിട്ട് തരുന്നല്ല, നിങ്ങൾ കണ്ടെത്തുകയാണ് ആ ലൈഫിൽ. പക്ഷേ എനിക്ക് ഫാമിലി വരണം, ഫാമിലിയെ കൊണ്ടുവരണം, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എന്തായി? നിങ്ങൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പൊ ആ ഉള്ള സംതൃപ്തിയും പോകും. അപ്പൊ അതുകൊണ്ട് സംതൃപ്തിപ്പെടാം. ഇനി ഫാമിലി കൊണ്ടുവന്നവനും ഒരുപാട് ടെൻഷനിലുണ്ടാവും. കാരണം അവന് ചിന്തിക്കും, എന്റെ കുട്ടികൾ ഞാൻ കൊടുന്ന് ഇവിടെ സ്കൂളിലേക്ക് കൊടുന്ന് ഇത്ര ടെൻഷനായി, ഇത്ര കടങ്ങളായി, ഒന്നും സേവിങ് ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവനും ടെൻഷനാവുള്ളതും സംതൃപ്തി. അല്ലെങ്കിൽ കുഴപ്പമില്ല, കടക്കാരനും കുഴപ്പമില്ല, പക്ഷെ ഫാമിലി കിട്ടിയല്ലോ എന്നിങ്ങനെ ചിന്തിക്കാത്തടത്തോളം കാലം അവനും